പെൺകുട്ടികൾ ഇതേപോലെ പരാതികൾ പറയുന്നവരുണ്ട്. അമ്മയുടെ പോസിറ്റീവ് സ്റ്റോക്കും നെഗറ്റീവ് സ്റ്റോക്കും ഇപ്പൊ അമ്മ പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞിട്ടില്ലേലും കുഴപ്പമില്ല. കാരണം എന്താണ്? അമ്മയെ അവളെ മനസ്സിൽ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു. അമ്മയെ വിട്ട് പോകാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. എത്ര കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്? 15 വയസ്സുള്ള കുട്ടികൾ, 16 വയസ്സുള്ള കുട്ടികൾ വന്നിട്ട് കൗൺസിലിംഗിനിടയിൽ അവർ പറയാണ്, സാറേ 18 വയസ്സ് വരെ അല്ലേ ഞാൻ ഇത് നോക്കേണ്ടേ ഉള്ളൂ, പിന്നെ ഞാൻ ഫ്രീ ആണല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ ആ കുട്ടികൾക്ക് അറിയാം. 18 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ നടക്കാം, ഇഷ്ടമുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകാം, ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് പച്ചയായി നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് എവിടെങ്കിലും സ്വകാര്യമായി പറയുകയല്ല, ഒരു കൗൺസിലറെ മുന്നിലെത്തിയിട്ട് മുഖത്ത് നോക്കി പറയാ 18 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവുമല്ലോ, അതുവരെയല്ലേ ഉള്ളൂ ഉമ്മാന്റെ ഈ സ്വഭാവമൊക്കെ ഉള്ളൂ. എന്നിട്ട് ഉമ്മ ഭയങ്കര ചോറിൽ വന്നിട്ട് പറയാ, സാറേ വരച്ച വരയിൽ, ഞാൻ വരച്ച വരയിലാ നിൽക്കുന്നത്. എന്ത് മണ്ടത്തരമാണിത്? വരച്ച വരയിലൊക്കെ നമുക്ക് നിർത്താം. അതൊക്കെ ഭയപ്പെട്ടുകൊണ്ടല്ല നിങ്ങളെ കുട്ടി നിങ്ങളെ അനുസരിക്കേണ്ടത്. സ്നേഹത്തിന്റെ പേരിൽ നിങ്ങളെ അനുസരിക്കണം. ഭയപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ അനുസരിക്കുന്നതെങ്കിൽ നാണക്കേടാണ്. അമ്മ അച്ഛൻ എന്ന പേരിൽ നാണക്കേടാണ്. എന്റെ മകൾ എന്റെ മകൻ എന്നെ ഭയന്നുകൊണ്ടാണ് അനുസരിക്കുന്നതെങ്കിൽ എന്ത് നാണക്കേടാണ്. എന്തിനു പറ്റും ഞാൻ എന്നിട്ട് പറയാ, ആളുകളുടെ മുന്നിൽ ഭയങ്കര അഹങ്കാരത്തോടു കൂടെ നമ്മൾ പറയാണ്, ഞാൻ വരച്ച വരയുന്ന എന്റെ കുട്ടികൾ അനങ്ങില്ല കേട്ടോ, 18 വയസ്സാവട്ടെ, അപ്പൊ കാണാം, വിവരമറിയും. അവർ കാത്തിരിക്കുകയാണ്. കാരണം നിങ്ങൾ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന സമയത്ത്, കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്ന സമയത്ത്, നമുക്കറിയാം ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ഒരു നദി അല്ലെങ്കിൽ ഒരു അരുവി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളൊരു തടയണ കെട്ടിയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ആ വെള്ളം എങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നദിയാണെങ്കിൽ ആ വെള്ളം എങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെങ്ങനെ നിറഞ്ഞ് ഒരു അണക്കെട്ട് പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു പൊട്ടലോ വിള്ളലോ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് എല്ലാം കൂടെ ഇളക്കി മറിച്ചങ്ങ് പോകുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടി അങ്ങ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പിന്നെ പിടിച്ചാൽ കിട്ടില്ല.